ഒരു സാധനം കാണാത്ത പെൺകുട്ടികൾ കുറവായിരിക്കും. ഈ ഒരു സാധനം ഭയങ്കര ദോഷമുള്ള ഒന്നാണ്. പക്ഷെ എന്നിട്ടും സ്ത്രീകൾ ഈ ഒരു സാധനം ബാഗിൽ ക്യാരി ചെയ്ത് കൊണ്ടുവെക്കാറുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാ മാസത്തിലും ഉണ്ടാകുന്ന പീരിയഡ്സിന്റെ പെയിൻ കുറക്കുക എന്നുള്ള ഒരു പെയിൻ കില്ലർ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരു മൈക്ക് കൈ പിടിച്ചാൽ ആർക്കും ഇന്ന് സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അവർ ഉദ്ദേശിച്ച വീഡിയോ പീരിയഡ് ടൈമിൽ സിവിയർ പെയിൻ എടുക്കുമ്പോൾ പോലും പാർട്ട്നേഴ്സും മറ്റുള്ളവരും സഹാനുഭൂതി കാണിക്കാത്തതിന്റെ മനോവിഷമൊക്കെ ആണ്. പക്ഷെ അതിനറിഞ്ഞോ അറിയാതെയോ അവരെടുത്ത മാർഗം പാളിപ്പോയി. അതുകൊണ്ട് എന്തായാലും കുറെ പേരുടെ പേടിയൊക്കെ കൂട്ടി 2.5 മില്യൺ അടിക്കുകയും ചെയ്തു. വീഡിയോ കണ്ടു ഞെട്ടിയതിനേക്കാളും ആ കമന്റ് ബോക്സ് കണ്ടിട്ടാണ് ഏറ്റവും സങ്കടം തോന്നിയത്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയതിന്റെ അവാർഡ് ഈ കമന്റ്സിനാണ്. വയറുവേദന കൊണ്ട് ചത്താലും ഞാൻ മെഡിസിൻ തൊടില്ല. അപ്പൊ അതിന്റെ താഴെ അതെന്തോ വലിയ ക്രെഡിറ്റ് ആണ്, ഞാനിത് ചെയ്യുന്നു എന്നുള്ള മട്ടിൽ ഞാനും വരിവരിക്ക് വരിക. പിന്നെ ഒരു ചേച്ചിയുടെ ഉപദേശം, ജീരകവെള്ളവും ഉലുവയൊക്കെ കലക്കി കുടിച്ചാൽ മതി, ഗുളിക കഴിക്കാൻ പോണ്ടാന്ന്. അയ്യോ, എനിക്കിത് എടുത്തേ മതിയാവുമെന്ന് പറഞ്ഞ ഒരാളെടുത്ത് ആ ശീലം ഒന്ന് മാറ്റിയെടുക്കൂ കേട്ടോ എന്ന് ഉപദേശിക്കുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്നവരുടെ അടുത്ത് സൈഡ് എഫക്റ്റും ലോങ് ടേം ഇഫക്റ്റും ഒക്കെ ഇങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ അതിന്റെ താഴെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു, എന്നാ ആ സൈഡ് എഫക്റ്റ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. പക്ഷെ ആരും എനിക്ക് പറഞ്ഞു തന്നില്ല. എനിക്കൊന്ന് ചെറുപ്പം തൊട്ടേ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യരുതെന്ന് കേട്ട് ഉണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ് ഈ വീഡിയോ 2.5 മില്യൺ അടിച്ചത്. എന്തായാലും അതിൽ ഒരു കമന്റ് എന്നെ വളരെയധികം ഹാപ്പിയാക്കി. നിങ്ങൾ തന്നെ വായിച്ചോളൂ. നിങ്ങൾക്ക് പീരീഡിന് വേദനയില്ല, ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇനി ഉണ്ടെങ്കിൽ സഹിക്കും, ദാറ്റ്സ് ഫൈൻ. ഈ ടാബ്ലറ്റ്സ് എടുക്കുന്നവരൊക്കെ പെയിൻ ടോളറൻസ് കുറവായവരാണ് എന്നൊരു ധ്വനി കൂടി കമന്റ്സിൽ പലരും കൊടുക്കുന്നുണ്ട്. പീരിയഡ് പെയിൻ ഒരിക്കലും മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യരുത്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. ഒരു കാരണമില്ലാത്ത പ്രൈമറി ഡിസ്മെനോറിയ തൊട്ട് ഒരു ടാബ്ലറ്റിൽ പോലും റെസ്പോണ്ട് ചെയ്യാത്ത സിവിയർ എൻഡോമെട്രിയോസിസ് കൊണ്ട് വലയുന്ന സെക്കൻഡറി ഡിസ്മെനോറിയ കൊണ്ട് 19 വയസ്സിൽ യൂട്രസ് എടുത്ത് കളയേണ്ടി വന്ന കുട്ടിയെ വരെ എനിക്കറിയാം. എന്തായാലും എന്റെ കമന്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ച വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്നുള്ള വ്യക്തതയോടെ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള മര്യാദ അവർ കാണിച്ചിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷന് മില്യൺ വ്യൂ ഒന്നും പ്രതീക്ഷിക്കേണ്ട, അതാർക്കും വേണ്ടി വരില്ല. അപ്പൊ ഇനിയെങ്കിലും ആളുകളെ പേടിപ്പിക്കുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കുക. പെയിൻ കില്ലർ എന്ന പേര് വെച്ചിട്ട് ഈ ഗുളികയെ തരം താഴ്ത്തരുത്. പ്രൈമറി ഡിസ്മെനോറിയക്ക് നിങ്ങൾ എടുക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് WHO അംഗീകരിച്ച ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഇത് പെയിൻ ഉണ്ടാക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ താഴ്ത്തുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. സോ അതിന്റെ കാരണം തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാതെ വേദന ഒതുക്കുന്നതല്ല. ഇത് കൊടുക്കാനും യൂസ് ചെയ്യാനും പാടില്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ ഓവർ ദ കൗണ്ടർ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആ മെഡിസിൻ ഉപയോഗിക്കാൻ അറിയുന്നവർ അതിനനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തോളൂ. ഇനി ഈ വേദന ഒതുക്കരുത്, ടാബ്ലറ്റ് കഴിക്കരുത്, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത് പറയുന്നവര് അത് എന്തുകൊണ്ടാണെന്നും എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന സൈഡ് എഫക്റ്റ് എന്നും നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പേടിക്കുന്നതെന്നും ഒന്ന് താഴെ കമന്റ് ചെയ്യാവോ. ഇത് കഴിച്ചാൽ ഭാവിയിൽ ദോഷം ഉണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. ആ ദോഷം കൂടെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നിങ്ങളുടെ പെയിൻ കില്ലേഴ്സിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ? സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.